ക്രോഷേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന നൂല് തീർന്നു പോയാൽ പുതിയൊരു നൂല് വളരെ ഈസിയായും വൃത്തികേട് തോന്നാത്ത രീതിയിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ? സാധാരണ നൂലുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് നൂല് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നും. അത് ക്രോഷേ വർക്കിൽ ഒരു വൃത്തികേട് തോന്നാറുണ്ട്. അതുമല്ല, ആ നൂല് തമ്മിൽ വലിക്കുമ്പോൾ ആ എൻഡ് ഊരിപ്പോകാനും സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ കെട്ടിടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ കെട്ടിടുമ്പോൾ ആ കെട്ടുകൾ തമ്മിൽ വലിക്കുമ്പോൾ ആ നൂല് തമ്മിൽ ഊരിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമല്ല, ആ എൻഡ് തള്ളി നിൽക്കുകയും ചെയ്യും. ഇനി ഞാൻ ചെയ്യുന്ന മെത്തേഡും ചെയ്ത് നോക്കൂ. ഇത് വളരെ ഈസിയും ആ ത്രെഡ് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കുന്ന രീതിയാണ്. അതുമല്ല, നമുക്ക് എൻഡ് നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തും കളയാം. പുതിയ നൂലെടുത്തതിന് ശേഷം ആ 2 നൂലും തമ്മിൽ വയ്ക്കുക. ആദ്യം നമ്മുടെ വർക്കിംഗ് യാൺ പുതിയ നൂലിലൊരു കെട്ടിടുക. ആ കെട്ട് നല്ല ടൈറ്റ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വർക്കിംഗ് യാൺ പുതിയ യാണിൽ നന്നായിട്ട് കെട്ടിയ ശേഷം ഇത് നമ്മുടെ പുതിയ യാൺ, പുതിയ നൂല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂലിൽ കെട്ടിടുക. സെയിം രീതിയിൽ കെട്ടിടുക. നമ്മുടെ പുതിയ യാണാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കെട്ടിയതിന് ശേഷം 2 കെട്ടും സ്ട്രോങ് ആണെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കുക. 2 എൻഡും തമ്മിൽ വലിച്ചു കഴിഞ്ഞാൽ ആ കെട്ടൊന്നും കൂടെ സ്ട്രോങ് ആവുന്നതാണ്. വർക്കിംഗ് യാൺ വലിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പുതിയ യാണിൻ്റെ എൻഡും കൂടെ വലിച്ച് അതൊന്നും കൂടെ സ്ട്രോങ് ആക്കാം. അതിനുശേഷം ഇത് നമ്മുടെ 2 യാണും കൂടെ വലിച്ച് ആ കെട്ടുകൾ തമ്മിൽ ഒരുപോലെ ആക്കുക. ഇതേപോലെ വലിച്ച് ഒരുമിച്ചാക്കുക. എത്ര വലിച്ചാലും നമ്മുടെ നൂല് തമ്മിൽ വിട്ടുപോരില്ല. നല്ല സ്ട്രോങ് ആണ്. ഇനി നമുക്ക് ഈ കെട്ടിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളഞ്ഞാലോ? എത്ര ക്ലോസ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും ഈ കെട്ടുകൾ തമ്മിൽ ഊരിപ്പോരത്തില്ല. 2 നൂലും തമ്മിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ വളരെ ക്ലോസ് ആയിട്ടാണ് ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളയുന്നത്. നന്നായിട്ട് വലിച്ചു നോക്കൂ, ഇത് ഊരിപ്പോരത്തില്ല.